വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. തോബിത്തിൻ്റെ മകൻ തോബിയാസിൻ്റെ കൂടെ പോകുന്ന റാഫേൽ മാലാഖ അനനിയാസിൻ്റെ പുത്രൻ അസ്രിയാണെന്ന് കരുതിയ തോബിത്തിന് മകനെ കൂടെ അയക്കാൻ ഒരു മടിയുമുണ്ടായിരുന്നില്ല. അവർ യാത്ര ചെയ്ത് വൈകുന്നേരം ടൈഗ്രീസ് നദിയിൽ തോബിയാസ് കുളിക്കാനിറങ്ങിയപ്പോൾ ഒരു വലിയ മത്സ്യം മുകളിലേക്ക് ചാടി. അവൻ മത്സ്യത്തെ പിടിച്ച് കരയിലേക്ക് എറിഞ്ഞു. ദൂതൻ പറഞ്ഞു, അതിനെ വെട്ടിപ്പിളർന്ന് അതിൻ്റെ ചങ്കും കരളും കൈപ്പയും എടുത്ത് സൂക്ഷിക്കുക. അവൻ അങ്ങനെ ചെയ്തു. എന്തിനാണ് മത്സ്യത്തിൻ്റെ ചങ്കും കരളും എന്ന ചോദ്യത്തിന് ദൂതൻ മറുപടി നൽകിയത്, അത് പിശാചുക്കളുടെയും അശുദ്ധാത്മാക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷ നേടാനാണ് എന്നായിരുന്നു. ദൂതൻ തോബിയാസിനോട് രഘുവേലിൻ്റെ കൂടെ താമസിക്കാമെന്നും രഘുവേലിൻ്റെ മകൾ സാറ തോബിയാസിന് യോജിച്ച ഭാര്യയായിരിക്കുമെന്നും പറഞ്ഞപ്പോൾ തോബിയാസ് ആദ്യം വിസമ്മതിച്ചു. കാരണം സാറ 7 പ്രാവശ്യം വിവാഹം ചെയ്തവളാണെന്നും ഭർത്താക്കന്മാരെല്ലാം ആദ്യ രാത്രിയിൽ തന്നെ മരണമടഞ്ഞിട്ടുള്ളതാണെന്നുള്ള വിവരം അവൻ അറിയാമായിരുന്നതിനാലുമാണ്. എന്നാൽ ദൂതൻ തോബിയാസിനെ ആ വിവാഹത്തിന് കൂടുതൽ പ്രോത്സാഹിപ്പിച്ചു. ദൂതൻ ഉപദേശിച്ചു, നീ മണവറയിൽ പ്രവേശിക്കുമ്പോൾ പാത്രത്തിലെ കനലിൽ മത്സ്യത്തിൻ്റെ ചങ്കും കരളുമിട്ട് പുകയ്ക്കുക. പിന്നീട് ഒരു പൈശാചിക ഉപദ്രവങ്ങളും ഉണ്ടാവുകയില്ല. തോബിയാസിനും രഘുവേലിനും ആ വിവാഹത്തിന് ഇഷ്ടമായി. ഭക്ഷണത്തിന് ശേഷം തോബിയാസിനെ അവർ സാറയുടെ അടുത്തേക്ക് നയിച്ചു. അവൻ റാഫേലിൻ്റെ വാക്കുകളനുസരിച്ച് ധൂപകലശത്തിലെ തീക്കനലിൽ മത്സ്യത്തിൻ്റെ ചങ്കും കരളുമിട്ട് പുകച്ചു. മണമേറ്റപ്പോൾ പലായനം ചെയ്ത പിശാചിനെ ദൂതൻ ബന്ധിച്ചു. തോബിയാസിന് ജീവൻ നഷ്ടമായില്ല എന്ന് മനസ്സിലാക്കി രഘുവേൽ ദൈവത്തെ സ്തുതിച്ചു. അവിടുന്ന് വാഴ്ത്തപ്പെട്ടവൻ, ഏകസന്താനങ്ങളായ ആ 2 പേരിലും അവിടുന്ന് കരുണ വർഷിച്ചിരിക്കുന്നു. കർത്താവെ, അവരിൽ കനിയണമേ. ആരോഗ്യവും സന്തോഷവും കൃപയും നൽകി അവരുടെ ജീവിതത്തെ ധന്യമാക്കണമേ. തോബിത്ത് 8-ാം അധ്യായം 17-ാം തിരുവചനം. തോബിയാസ് റാഫേലിനെ വിളിച്ചു മേദിയായിലെ ഗബായേലിൻ്റെ അടുത്ത് ചെന്ന് പണം വാങ്ങാൻ നിർദ്ദേശിച്ചു. ഗബായേലിന് അവൻ രേഖ കൊടുത്തു. ഗബായേൽ മുദ്ര പൊട്ടിക്കാത്ത പണസഞ്ചി എടുത്തു കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. തോബിയാസിന് തന്നെ കാത്തിരിക്കുന്ന മാതാപിതാക്കളുടെ അടുത്തേക്ക് തിരിച്ചു പോകാൻ അതിയായ ആഗ്രഹമായി. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.